ഒരുപാട് പേര് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ വീട്ടിലുള്ള സാധാരണമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മൾ അലർജി ഫ്രീ ആയിട്ട് നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അലർജി പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അലർജി പ്രോബ്ലംസ് ഉള്ളവർക്ക് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഡൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാവേ. സാധാരണ 1-2 മുടി നരച്ചെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കെമിക്കൽ ഡൈ വാങ്ങിച്ചടിക്കുന്നവരുണ്ടല്ലേ. പക്ഷേ അത് വലിയൊരു അപകടമാണ് കേട്ടോ. കാരണം നമ്മൾ 1-2 മുടി നരച്ചെന്ന് പറഞ്ഞിട്ട് കെമിക്കൽ ഡൈ വാങ്ങിച്ചടിക്കുമ്പോൾ ബാക്കി മുടിയും കൂടെ പെട്ടെന്ന് നരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ട് നമ്മുടെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ മറിച്ച് നമ്മൾ കെമിക്കൽ ഡൈ അല്ലാതെ നാച്ചുറൽ ഡൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്ര കുഴപ്പം വരത്തില്ല കേട്ടോ. അപ്പോൾ കെമിക്കൽ ഡൈയേക്കാളും കൂടുതലും നാച്ചുറൽ ഡൈസ് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടി, അതായത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ നരയൊക്കെ വരുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത് നമ്മുടെ മൈലാഞ്ചിയുടെ ഇല അരച്ചിട്ട് തലയിൽ തേച്ച് കൊടുക്കും. പക്ഷേ അത് മുടി കറക്കുന്നതിന് പകരമായിട്ട് ചെറുതായിട്ട് ചെമ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ചില ആൾക്കാർ ഹെന്ന പൗഡർ മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് മുടി കറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുടി ബ്ലാക്ക് കളർ ആകാതെ ചെമ്പിച്ച ഒരു കളറായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇനി അങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വീട്ടിലും പറമ്പിലൊക്കെയുള്ള 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ കിട്ടുന്ന ഒരു ഡൈ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. നമ്മുടെ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മൈലാഞ്ചിയുടെ ഇലയാണ് അല്ലേ. മൈലാഞ്ചിയുടെ ഇല എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്, എല്ലാവരുടെ വീട്ടിൽ ഉള്ള സാധനമാണ്. ഇത് നമുക്ക് ഫ്രഷ് ആയിട്ടോ അല്ല എങ്കിൽ ഉണങ്ങിയതോ എടുക്കാവുന്നതാണ്. മൈലാഞ്ചിയുടെ ഇല ഉണങ്ങിയതെടുത്താലും അതുപോലെ തന്നെ പച്ച എടുത്താലും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പേടിയില്ലാതെ തന്നെ ഉണങ്ങിയതായാലും പച്ചയായാലും എടുക്കാം. നമ്മുടെ മൈലാഞ്ചിയുടെ ഇല നല്ലവണ്ണം കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ കൈതോന്നി ഇട്ട് കൊടുക്കണം കേട്ടോ. കൈതോന്നിയുടെ ഇലയും അതുപോലെ തന്നെ അതിൻ്റെ തണ്ട് നല്ലവണ്ണം കഴുകിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈലാഞ്ചിയുടെ ഇലയുടെ കൂടെ ഇതും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഇനി കുറച്ച് ഒരു പിടി അളവിൽ നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം അരക്കണം കേട്ടോ. കൈതോന്നിയുടെ ഇല സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൈതോന്നിയാണ് കേട്ടോ. അതുകൊണ്ട് അത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയതിന് ശേഷം ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പിടി മൈലാഞ്ചിയാണല്ലേ ഇത് അരയ്ക്കാൻ വേണ്ടി എടുത്തത്. വേറൊരു പിടി, അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ 2 പിടി മൈലാഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ ഒരു പിടി മൈലാഞ്ചി അരയ്ക്കാൻ എടുത്ത് ഒരു പിടി നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് മൈലാഞ്ചി ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് വെള്ളം ആക്കി മാറ്റണം. ഇനി ഈ അരച്ച മിക്സ് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാലും നര തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നരച്ച മുടി കറക്കത്തില്ല, അതായത് നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളിനി ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയ കൂട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ ഇൻഗ്രീഡിയൻറ്റ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 സ്പൂണ് നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം കുറുക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ നാച്ചുറൽ ഡൈ ആയിട്ട് മാത്രമല്ല കേട്ടോ, മുടി വളരാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും തലയിലെ താരൻ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ കണ്ടീഷനും കൂടെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മുടി നരയ്ക്കുന്ന സമയത്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ മുടി കൂടുതൽ നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ നെല്ലിക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 2 സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം കുറുക്കി കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഈ കട്ടയെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈലാഞ്ചി ഇല ചൂടാക്കിയ വെള്ളം ഇരിക്കില്ലേ, അത് ചിലപ്പോൾ മിച്ചം ഇരിപ്പുണ്ടെങ്കിൽ ആ വെള്ളവും കൂടെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഡൈയുടെ പരുവത്തിലാക്കിയതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മൈലാഞ്ചിയുടെ വെള്ളം ഇല്ല എങ്കിൽ നമുക്ക് 1 നെല്ലിക്ക അല്ലെങ്കിൽ 2 നെല്ലിക്ക എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് ആ നെല്ലിക്ക ഇട്ട വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചാലും നമുക്ക് ഈ ഡൈ ഒന്ന് നമുക്ക് ഡൈലൂട്ട് ചെയ്തെടുക്കാം. ഒരു കാരണവശാലും നിങ്ങൾ പച്ചവെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.